ആദ്യമായി നിങ്ങളോട് ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. മുഴപ്പിലങ്ങാടുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന 35 വയസ്സുള്ള യുവാവിന് മഞ്ച മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിക്കുന്നത്. 8 മാസത്തോളമായി രോഗബാധിതനായി കിടക്കുകയാണ് ശ്രീജിത്ത്. നിർദ്ധരായ കുടുംബമാണ്. അച്ഛൻ പ്രായമുള്ള ഒരാളാണ്. ഭാര്യയ്ക്ക് ജോലിയില്ല. അതുപോലെ ഒരു ജ്യേഷ്ഠൻ കൈക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീജിത്തിനെ സഹായിക്കുക എന്നത് നമ്മുടെ മുഴപ്പിലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. കാരണം മുഴപ്പിലങ്ങാട് ഈയിടെയായി 2-3 ചെറിയ കുട്ടികളെ കേസുള്ളത് കൊണ്ട് തന്നെ ഇപ്പം നിലവിൽ 2-3 കേസ് കുട്ടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി നമുക്ക് താങ്ങാവുന്നതിലപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ ഒരു സംസാരിക്കുന്നതായിരിക്കും. അപ്പം പ്രിയപ്പെട്ടവരെ, സുഖവർണ്ണ പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ ശുചിത്വത്തിൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പണം എത്രയും പെട്ടെന്ന് സ്വരൂപിച്ചാൽ മാത്രമേ നമുക്ക് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്താൻ പറ്റുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മലബാർ ക്യാൻസർ സെൻ്ററിലാണ് ഇപ്പോൾ ചികിത്സ നടത്തുന്നത്. നമ്മളിപ്പോൾ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് അവിടെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണുള്ളത്, MCCയിലാണുള്ളത്. 2-3 ദിവസം അവിടെ അഡ്മിറ്റ് ആയിട്ടാണുള്ളത്. ഓരോ ആഴ്ച കൂടുന്തോറും ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടരെ നടക്കുകയാണ്. നിർധനനായ ആ കുടുംബത്തിന്, അച്ഛനൊരു തെങ്ങേറ്റ തൊഴിലാളി ആയിരുന്നു, വരുമാനമെല്ലാം കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള പരമാവധി തുകയും ചിലവഴിച്ചിട്ട് ചികിത്സ നടത്തിയിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ശീതാറിൻ്റെ ചികിത്സ ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായിട്ട് തന്നെ നമുക്ക് പണം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായി ഈ ഒരു പ്രസ് മീറ്റിംഗ് നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. സുമനസ്സരായ എല്ലാവരും ഇതിന് സഹകരിക്കണം എന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമപ്രവർത്തകരുടെയും എല്ലാം സഹായം നമ്മുടെ ഈ ധനസമാഹരണത്തിന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.